ഹായ് ഗായസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 5th മന്ത് ചെയ്യേണ്ട പല പല കാര്യങ്ങൾ പല പല സമയത്തായിട്ട് ഞാൻ ചെയ്തത് എല്ലാം കൂടെ ഒരുമിച്ചൊരു വ്ളോഗായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനീഷ്യലി നമ്മളൊരു ദിവസം പോയി സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നത്തെ ദിവസം നമുക്ക് ചെറിയൊരു പോർഷൻ കൂടെ എടുക്കാനുണ്ടായിരുന്നു, സ്കാൻ ക്ലിയർ ആയിട്ടുണ്ടായില്ല, കുഞ്ഞുവാവ തിരിഞ്ഞു വരാത്തതുകൊണ്ട്. അപ്പോൾ അത് ബാക്കിയുള്ളതുകൊണ്ട് തന്നെ ആ ഒരു 10 ദിവസത്തെ ഗ്യാപ്പിൽ നമുക്ക് ഗ്ലൂക്കോസ് ടെസ്റ്റും അതേപോലെ തന്നെ 5th മന്തിലെ ടി കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. ഗ്ലൂക്കോസ് ടെസ്റ്റ് ഞാൻ വിചാരിച്ചു വളരെ സിമ്പിളായിരിക്കും, വാട്ട് എ വണ്ടർഫുൾ എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി തിരിച്ച് ഗ്ലൂക്കോസൊക്കെ വാങ്ങിച്ചു. അവിടെ എത്തി അവരൊരു ഗ്ലാസ്സിൽ എനിക്ക് തോന്നുന്നു വാങ്ങിച്ചേക്കുന്ന ഫുൾ പാക്കും നമുക്ക് ആ ഗ്ലാസ്സിലിട്ട് കലക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് പോണത്. ഇതാണോ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മൾ ഡ്രിപ്സായിട്ട് കയറ്റത്തില്ലേ ആ സാധനം ആ കുടിക്കേണ്ട വരുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതാന്ന് അറിഞ്ഞപ്പോഴേലും ഭയങ്കര സന്തോഷമായിരുന്നു. ആൻഡ് ഇത് കയ്യിൽ ഇതേപോലെ കലക്കി കിട്ടിയപ്പോഴേലും വാട്ട് എ വണ്ടർഫുൾ സാധനം, ഫാൻ്റെ പോലെ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ജ്യൂസൊക്കെ പോലെ കുടിക്കാമെന്നൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ 2 പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞപ്പോഴേലും എൻ്റെ കിളി മൊത്തത്തിൽ പറന്നു. ഒന്നാമത് എനിക്ക് എന്തെങ്കിലുമൊക്കെ അധികം കഴിച്ച് കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരും, മാത്രമല്ല ഭയങ്കരമായിട്ടുള്ള മധുരമായിരുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷേ ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് 1 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. 1 മണിക്കൂറിൻ്റെ ഇടയിൽ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചും വന്നിട്ട് ഇതേപോലെ ഒരു തവണ കൂടെ കുടിച്ചിട്ട് തിരിച്ച് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമായിരുന്നു, അയ്യോ ഞാൻ ഛർദ്ദിക്കില്ലേ പറഞ്ഞിട്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ 1 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തു, ഛർദ്ദിക്കാതെ തന്നെ പോയിട്ട് ഞാൻ ബ്ലഡ് കൊടുത്തു. അതിനുശേഷം ടി അടിക്കാനുണ്ടായി. ഇത് കഴിഞ്ഞ ശേഷം പിന്നെ എൻ്റെ കിളി പോയതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഡേ നമ്മൾ സ്കാനിങ്ങിന് പോയിട്ടുണ്ടായി. കുളിച്ചിട്ട് മുടി ആറിയിട്ടില്ല മുഴുവനായിട്ട്, എൻ്റെ പിന്നെ ഓക്കെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇല്ല എന്നാരോ വിളിച്ചിട്ടില്ല, ഞാൻ വെച്ചാൽ എന്നാരോ വിളിച്ചു. നമ്മൾ ലാസ്റ്റ് ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായി. അന്ന് പക്ഷേങ്കിൽ ലാസ്റ്റ് ആയപ്പോഴേലും ഇച്ചിരി ഭയങ്കര റഷായിപ്പോയി. ഒന്നാമത്തെ കാര്യം, ഗ്ലൂക്കോസ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് അതായത് ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഗ്ലാസ് നിങ്ങൾ ഉണ്ടാവില്ല, ഫുൾ ഗ്ലാസ് ഗ്ലൂക്കോസാന്ന് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കുടിച്ചു കഴിഞ്ഞ് അന്ന് ലൈക്ക് 1 മണിക്കൂറിന് ശേഷമാണ് ടെസ്റ്റ് എടുക്കുക. ആ 1 മണിക്കൂറിനുള്ളിൽ ഛർദ്ദിക്കാനേ പാടില്ല. എനിക്കാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് നേരം അമ്മയുടെ അടുത്ത് അടിപൊളിയാണ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് അങ്ങോട്ട് കുടിക്കാനും പറ്റിയില്ല. കുടിച്ചു കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു സെൻസേഷൻ, വൊമിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാനിങ്ങനെ കൺട്രോൾ ചെയ്ത് അതും ഇതും നടന്ന് കളിച്ചിട്ടൊക്കെ ആയിരുന്നു ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഫൈനലി ബ്ലഡ് എടുത്തു, ടെസ്റ്റ് ചെയ്തു. അന്ന് തന്നെ ടി എടുത്തു. 5th മന്തിൽ എടുക്കേണ്ട ടി കുറച്ച് നേരത്തെ എടുക്കേണ്ടായിരുന്നു, കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പറഞ്ഞ പോലെ ടി എടുക്കാൻ വേണ്ടി ആ ടൈമിൽ ഈവനിങ് അല്ല, ഏകദേശം ഒരു 8 മണിക്ക് ആയിട്ടുണ്ടാവും തോന്നുന്നു. ആ ടൈം ആയപ്പോഴേലും അവിടെ കുറേ ആൾക്കാർ. അപ്പോൾ കുറേ ആൾക്കാർ മുത്താറി പിടിക്കാം, കുറേ ആൾക്കാർ. അപ്പോൾ എന്താ പറയുക, അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ എനിക്ക് ടെൻഷനുമായിരുന്നു, അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി, മുൻപ് ഞാൻ 19th വീക്കിൽ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വാവ തിരിഞ്ഞു വരാത്തതുകൊണ്ട് നമുക്കൊന്നും കൂടെ സ്കാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതിന് പോവാ. അപ്പോൾ ഓൾറെഡി ഈ ലാസ്റ്റ് സൺഡേ ചെയ്യേണ്ടായിരുന്നു, ലാസ്റ്റ് സൺഡേ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല. ഇന്നലെ വന്നിട്ട് 3 അനോമലി സ്കാനാണ് അവരൊരു ഡേ ചെയ്യുക. അപ്പോൾ ഇന്നലെ ഓൾറെഡി അവരുടെ ബുക്കായിപ്പോയി, അതുകൊണ്ട് ഇന്നലെ പോകാൻ വേണ്ടി പറ്റിയില്ല. ഇന്നിപ്പം എൻ്റെ അടുത്ത് 9:30 എത്താൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ സമയം ഏകദേശം 12:30 1 മണി ആവാറായിട്ടുണ്ടാവും. ഇപ്പോൾ അവരുടെ ലഞ്ച് ബ്രേക്ക് ആയിരിക്കും എന്തായാലും പോകുമ്പോഴേലും. അപ്പോൾ ഞാനെന്താ ഇത്ര ലേറ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ആയപ്പോഴേലും ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് എവിടെ നിന്നൊക്കെയാണ് വേദനിക്കുന്നത്, ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട് എനിക്ക് എവിടെ നിന്നൊക്കെയാണ് വേദന വരുന്നതെന്ന് യാതൊരു ധാരണയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഒന്ന് സെറ്റിൽ ആയിക്കോട്ടെ എന്നിട്ട് പോവാം, ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നാളെ നമ്മൾ ഓൾറെഡി ഹോസ്പിറ്റലിൽ മാറ്റി കാണിക്കാമെന്നും പറഞ്ഞിട്ട് അതിൻ്റെ ബുക്ക് ചെയ്തിട്ടുണ്ടായി. അത് ബുക്ക് ചെയ്തിട്ട് എനിക്ക് ഒന്ന് ഒരു കുറച്ച് ദിവസമായി, 4-5 ദിവസമായി. അപ്പോൾ അതിനി മാറ്റാൻ പറ്റത്തില്ല. ഓൾറെഡി ഒരു പ്രാവശ്യം ബുക്ക് ചെയ്തു, അത് ക്യാൻസൽ ചെയ്തു. ഈ സ്കാനിങ്ങിൻ്റെ കാര്യം കൊണ്ട് തന്നെ, സ്കാനിങ് 10 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഏകദേശം ഈ ഒരു 25th ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന്. പക്ഷേ ചെയ്യാൻ പറ്റില്ല, 26th പറ്റില്ല, 27th പറ്റില്ല. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന 29th ആയിരുന്നു ബുക്കിംഗ്. അപ്പോൾ അതിനി മാറ്റി കഴിഞ്ഞ് ഇങ്ങനെ നീണ്ടു പോകത്തേ ഉള്ളൂ. മാറ്റി എന്തായാലും കാണിക്കണം. ഇപ്പം ഞാൻ കാണിക്കുന്ന ഒരു കുട്ടി ക്ലിനിക്കിലാണ്. അപ്പം അവിടെ പ്രസവമോ കാര്യങ്ങളോ ഒന്നുമില്ല, നോക്കൽ മാത്രമേ ഉള്ളൂ. ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രം
ഞാൻ പറഞ്ഞില്ലേ ഗ്യാസ്, എൻ്റെ പൊന്നു മക്കളെ, ഗ്യാസ് ഈ പ്രഗ്നൻസി ടൈമിൽ വരാണ്ടിരിക്കാനും വന്നത് മാനേജ് ചെയ്യാനും വല്ല ടിപ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ബൈ ദ വേ ഇത് മുത്താറയാണ്, തണിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടിക്കാൻ ഒട്ടും രസം ഉണ്ടാവില്ല. ഈ ഗ്യാസ് കയറിയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഫുൾ കിള്ളിപ്പാറിയിരിക്കുന്ന ഇതായിരിക്കും. എന്തായാലും ഞാനിപ്പം പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അമ്മേ, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഞാൻ പറ്റുവാണെങ്കിൽ വ്യൂ പ്രോഡക്റ്റിൽ കൊടുത്തേക്കാം. നല്ല ഡ്രസ്സാണ് കേട്ടോ. ഒരു ചൈനീസ് ഫീൽ ഒന്നുമല്ല, നല്ല അടിപൊളിയാണ്. ഈ കൈ മാത്രമേ ഉള്ളൂ, കൈ കുറച്ച് വെറൈറ്റി അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ സ്കൂളിൽ, അതായത് +1 +2 പഠിക്കുന്ന സമയത്ത് അങ്ങാണ്ട് വാങ്ങിച്ചിട്ടുള്ള സാധനമാണിത്. ഇതിൻ്റെ അകത്ത് ആ ടൈമിലുണ്ടായിരുന്ന സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഇത് വെച്ചു. അപ്പോൾ റിപ്പോർട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായി നമ്മുടെ അനോമലി സ്കാനിൻ്റെ. അത് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രാവശ്യം പേ ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല സ്കാനായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓർക്കാട്ടേരി എന്നായിരുന്നു. ഓർക്കാട്ടേരി ആശ ഞാൻ കാണിക്കുന്ന സ്ഥലത്ത് തന്നെ. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത് ഞാനിപ്പോൾ കാണിച്ച ന്യൂക്ലിയസ് ആണ്, നാദാപുരം ന്യൂക്ലിയസ്. അടിപൊളിയായിരുന്നു. അടിപൊളി എന്നല്ല, നമുക്ക് ഒരു പ്രൊഫഷണൽ ഡോക്ടർ നമ്മളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ നമ്മളുടെ അടുത്തും പറഞ്ഞു തരുന്നു. എനിക്ക് ഈ കൊച്ചിനൊക്കെ കാണിച്ചു തന്നു, ഇങ്ങനെയാണ് ഇതാണെന്നൊക്കെ പറ്റും. അപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. മുൻപൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ഡീറ്റെയിൽസ് മാത്രം കഴിഞ്ഞിട്ട് കൂടുതൽ നേരമൊന്നുമില്ല, ജസ്റ്റ് ഡീറ്റെയിൽസ്, ഓക്കെ ഫൈൻ പൊക്കോ, അങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. എല്ലാം ഡീറ്റെയിലായിട്ട് നോക്കും, എല്ലാ പേഴ്സ്പെക്റ്റീവിലും ഡീറ്റെയിലായിട്ട് നോക്കും. അതിനുശേഷം ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് കൊച്ചിൻ്റെ കൈയിതാ, കാലിതാ, മുഖമിതാ, എല്ലാം നമുക്കൊന്ന് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അങ്ങനെ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ സപ്പോസ് പോവുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനായിരിക്കും. ചെക്ക് ചെയ്ത് നോക്കും. എനിക്കറിയത്തില്ല, എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയിരുന്നു കേട്ടോ, ഇനി അറിയില്ല. എന്തായാലും ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ. അപ്പോൾ ഗൈസ് ഞാൻ പോയിട്ട് ബാക്കി ഞാൻ കാണിച്ചുതരാം. വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാലും മുടി ആറിയിട്ടില്ല. എങ്ങനെയൊക്കെയോ ഞാൻ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിട്ടുണ്ടായി. എനിക്ക് അന്ന് ഒട്ടും വയ്യായിരുന്നു. എൻ്റെ മെയിൻ പ്രശ്നം ഛർദി, ഗ്യാസൊക്കെ കയറിക്കഴിഞ്ഞാൽ വരുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ്. വെളിയിലൊക്കെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് ഒരു രീതിയിലെ സമാധാനം ഉണ്ടാകത്തില്ല. അപ്പോൾ എങ്ങനെയൊക്കെയോ ഇറങ്ങിത്തിരിച്ച് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായി സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറെഡി പറഞ്ഞ പോലെ എനിക്ക് ടൈം തന്നിട്ടുണ്ടായിരുന്ന രാവിലെ ആയിരുന്നു. ഞാൻ എത്തിയപ്പോഴേലും നിങ്ങൾ കണ്ടല്ലേ, ഏകദേശം ഒരു 1:30 കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമായിരുന്നു. 3:15 ശേഷമായിരുന്നു അവർ നമുക്ക് അടുത്ത സ്ലോട്ട് തന്നത്. പക്ഷേ 3:15 ശേഷമേ ഇവിടെ സ്കാൻ ചെയ്തിട്ടുള്ളൂ. ഇച്ചിരി തിരക്കുണ്ടല്ലോ. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കുക. അങ്ങനെ അത്യാവശ്യം കുറച്ച് നേരം പോസ്റ്റ് ആവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. അവിടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ. ചായ എല്ലാം കുടിച്ച് ഒരു മുസംബി ജ്യൂസും ഞാനൊരു പപ്സും ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പപ്സ് കഴിക്കാൻ തുടങ്ങി. ഇപ്പം എൻ്റെ എല്ലാ അവസ്ഥയും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു 2 കടി കടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ട് എന്തൊക്കെയാണ് വരുന്നത് എനിക്ക് പോലും പറയാൻ പറ്റത്തില്ല. സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റണില്ല ഗൈസ്. ഗ്യാസായിട്ടും ഭയങ്കര എന്താ പറയുക, വോമിറ്റിംഗ് സെൻസേഷനൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ അത്യാവശ്യം കുറച്ച് എനിക്ക് എന്തായാലും ഭക്ഷണം കഴിച്ച് തീരണമെങ്കിൽ എത്ര ചെറിയ ഫുഡ്, അതായത് എത്ര ചെറിയ എമൗണ്ട് ഫുഡാണെങ്കിൽ പോലും എനിക്കൊരു 1/2-3 മണിക്കൂർ എങ്ങനെയാണെങ്കിലും വേണ്ടി വരും കേട്ടോ. കുറച്ച് ടൈം എടുത്തിട്ടാണ് ജ്യൂസും അതേപോലെ കഴിക്കാൻ കിട്ടിയൊക്കെ കഴിച്ചു തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേലും ഏകദേശം ഒരു 2 മണി 2:30 ആയിട്ടുണ്ടായി. പിന്നെ 3:20 ആയപ്പോഴേലും നമ്മളെ സ്കാൻ ചെയ്യാൻ വേണ്ടി ഉള്ളിൽ കയറ്റിയിട്ടുണ്ടായി. ഈ പ്രാവശ്യം ചെറിയ പോർഷൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യം കഴിഞ്ഞു. ആൻഡ് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി നെക്സ്റ്റ് ഡേ നമ്മൾ കാലിക്കറ്റിൽ മാറ്റി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലിൽ പോവാണ്. ഞാനും അമ്മയും ശ്രീയും അതേപോലെ തന്നെ അച്ഛനും ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. 10:30 ഏകദേശം ഇറങ്ങി അവിടെ എത്തുമ്പോഴേലും ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായി. കുറച്ച് അത്യാവശ്യം നേരത്തെ ആയിരുന്നു നമുക്കതുണ്ടായിരുന്ന. സ്ലോട്ട് 1:20 ആയിരുന്നു കേട്ടോ. പിന്നെ ആദ്യമായിട്ട് പോകുന്നത് കൊണ്ടും സപ്പോസ് വല്ല ട്രാഫിക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെടുമല്ലോ, അതുകൊണ്ടാണ് ഇത്ര നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴേലും നമ്മൾ ഇതുവരെയും കാണിച്ച കാര്യങ്ങളൊക്കെ കാണിച്ചു. അതിന് ശേഷം കുറച്ച് ടെസ്റ്റൊക്കെ എടുക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും കുറച്ച് എന്തെങ്കിലുമൊക്കെ ബ്ലഡ് ടെസ്റ്റ് ആയിട്ട് എടുക്കാനുണ്ടാവും. മാത്രമല്ല എന്തെങ്കിലുമൊക്കെ കുറവും ഉണ്ടാവും.
ഇപ്രാവശ്യം പോയപ്പോഴേലും ബ്ലഡിൽ എന്തൊക്കെയോ കുറവാണെന്നും പറഞ്ഞിട്ട് കുറച്ച് ഡ്രിപ്സിൻ്റെ അകത്ത് വേറെ എന്തൊക്കെയോ മെഡിസിനൊക്കെ ആക്കിയിട്ട് നമുക്ക് കയറ്റാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറൊക്കെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം അവർ പറഞ്ഞു ഭക്ഷണവും കഴിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെന്നോളാൻ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങോട്ടേക്ക് ചെന്നു. ഏകദേശം ഒരു 1/4 മണിക്കൂർ ടൈം എടുത്തിട്ട് നമ്മുടെ മരുന്നൊക്കെ കയറ്റി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു ഹൈലൈറ്റ് മോളിലോട്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കുറേ ദിവസം കൊണ്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായി. പക്ഷേ എനിക്കൊന്നും വാങ്ങിക്കാൻ വേണ്ടി പറ്റിയില്ല ഗൈസ്. സ്റ്റിൽ അത്യാവശ്യം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. ലാസ്റ്റ് ഞാനൊരു കാരമൽ ചോക്കോ ഫ്രാപ്പച്ചീനോ ഓർഡർ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതും കൂടെ കുടിച്ചിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.